ഹാറൂൺ റഷീദിന്റെ മകൻ, ഒരടിമ സ്ത്രീയിൽ ജനിച്ച മകൻ മഅ്മൂൻ മതം പഠിച്ചിട്ടുണ്ട്. പക്ഷേ മഅ്മൂനിന്റെ ചിന്തകളിൽ ബിദ്അഈ ആശയങ്ങൾ, പുത്തനാശയങ്ങൾ കയറിക്കൂടിയിരുന്നു. വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം മഅ്മൂനാണ് അന്നത്തെ കാലങ്ങളിൽ പ്രചാരണം ചെയ്തത്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെയൊക്കെ വളരെ ക്രൂരമായി ശിക്ഷിച്ചതും മഅ്മൂനായിരുന്നു. ആ മഅ്മൂനിന്റെ മകൻ ആഡംബരത്തിൽ കഴിയുന്ന അലി ഇബ്നുൽ മഅ്മൂൻ, ദിജ്ലായുടെ തീരത്ത് കൊട്ടാരത്തിനകത്ത് എല്ലാ സുഖവുമുണ്ട്, ഭക്ഷണം ആഗ്രഹിക്കുന്നത്, പഴവർഗ്ഗങ്ങൾ ഇറാഖിൽ ലഭ്യമാകുന്നത് മുഴുവൻ, ഇല്ലാത്തത് യൂറോപ്പിൽ നിന്ന് തുർക്കി വഴി കടന്നു വരും. എല്ലാ ബ്രാൻഡുകളും, അന്നത്തെ ഏറ്റവും നല്ല ബ്രാൻഡ് യമനി ബ്രാൻഡുകളാണ്. യമനിൽ നെയ്തെടുക്കപ്പെടുന്ന വസ്ത്രങ്ങളാണ് അറബ് ലോകത്തെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ക്ലോത്ത്സ്. അതെല്ലാം ധരിക്കുന്ന ആളാണ് അലി ഇബ്നുൽ മഅ്മൂൻ. നല്ലൊരു ചെറുപ്പക്കാരൻ, ഒരു 25 വയസ്സ് തോന്നിക്കുന്നൊരു ചെറുപ്പക്കാരൻ. പക്ഷേ എല്ലാ ആഡംബരങ്ങളുമുണ്ട്, പക്ഷേ ജീവിതത്തിൽ സമാധാനമൊന്നും മാത്രം കാണുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല. തൻ്റെ പിതാവ് സുഖലോലുപനായി മരിച്ചു. ആ തൻ്റെ വല്യുപ്പ ഹാറൂൺ റഷീദ് ജീവിച്ചിരിപ്പുണ്ട്. മഅ്മൂനിന്റെ മകനാണ് അലി ഇബ്നുൽ മഅ്മൂൻ. തൻ്റെ പിതാവിന് എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. ആ സൗകര്യങ്ങളെല്ലാം പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഒന്ന് മാത്രം, ഒരു നിധി, മനസ്സമാധാനം മാത്രം ലഭിക്കുന്നില്ല. എല്ലാ ഐഹിക ഭൗതിക സൗകര്യങ്ങളുമുണ്ട്, സമാധാനമില്ല. അതെവിടെ നിന്ന് ലഭിക്കുമെന്ന് ദിജ്ലയുടെ ഓരത്ത് നിന്ന്, തൻ്റെ കൊട്ടാരത്തിൻ്റെ വരാന്തയിൽ നിന്ന് ടൈഗ്രീസിലേക്ക് നോക്കിയിരുന്ന് ചിന്തിക്കുകയാണ് ഒരു ദിവസം അലി ഇബ്നുൽ മഅ്മൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون من كان يريد الحياة الدنيا ഐഹികമായ ഈ ലോകത്തെ സുഖസൗകര്യങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശരീരത്തിന് നല്ല സുഖം വേണം, പാർപ്പിടത്തിലും വാഹനത്തിലും ചുറ്റുപാടിലും ജീവിതത്തിലും സമ്പത്ത് കൊണ്ട് ആഡംബരം കൊണ്ട് കളിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. അവരുടെ കർമ്മങ്ങൾക്ക് പകരമായി ഐഹികമായ ലോകത്തിന്റെ ആഡംബരങ്ങൾ നാം അവർക്ക് നൽകുന്നതാണ്. ഈ ലോകത്ത് കാശുമതി എന്ന് ചിന്തിക്കുന്നവർക്ക്, ബിസിനസ് ചെയ്ത് സമ്പാദിക്കണം എന്ന് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ, ശരീരത്തിന്റെ ആഗ്രഹം മദ്യപാനവും മയക്കുമരുന്നും വ്യഭിചാരവും കറങ്ങി നടക്കലും ചാടിപ്പോകലും ഇതൊക്കെയാണ് വേണ്ടതെങ്കിൽ അവർക്കതിന്റെ സൗകര്യം നാം ചെയ്തു കൊടുക്കും. അല്ലാഹു പറയാണ്, نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. എന്നിട്ട് എന്ത് സംഭവിക്കും? أولئك الذين ليس لهم في الآخرة إلا النار. നാളെ പരലോകത്തവർക്ക് നരകമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. ഈ ലോകത്തെ അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുമാത്രമേ അവരുടെ മനസ്സിൽ ന്യായമായും അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത് നാം ഇവിടെ കൊടുത്തു. അതുകൊണ്ട് നാളെ പരലോകത്ത് രക്ഷയില്ല. അവർ ദുനിയാവിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞുപോയി. അവർ ചെയ്തിരുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. ഈ ലോകത്തിന്റെ അനുഗ്രഹം മാത്രം മതി എന്ന് ജീവിക്കുന്നവർക്ക് അത് തന്നെയാണ്.
അലി ഇബ്നുൽ മഅ്മൂൻ ആഡംബരത്തിൽ ജീവിക്കുന്നു. സുഖസൗകര്യങ്ങൾ വേണ്ടത് വേണം. 100 കണക്കിന് കുതിരകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇഷ്ടമുള്ളതിനെ കയറി ഓടിക്കാൻ. ഇഷ്ടം പോലെ മൃഗങ്ങളുള്ള ഹദീഖത്തുൽ ഹയവാൻ തന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുണ്ട്. സൂ ഉണ്ട്. ഇഷ്ടം പോലെ പക്ഷികളുണ്ട്, ഇവിടെ ജീവജാലങ്ങളുണ്ട്. ഒരു ലോകത്തിന്റെ പ്രസിദ്ധമായ ഒരു സൂവിൽ കാണപ്പെടുന്ന എല്ലാ മൃഗങ്ങളും അന്ന് ബഗ്ദാദിലെ കൊട്ടാരത്തിലുണ്ടെന്നാണ്. മനോഹരമായ പഴത്തോട്ടങ്ങൾ കൊട്ടാരത്തിന് ചുറ്റുമുണ്ട്. അന്ന് പറയും, ഒരു കൊട്ടയിടത്ത് നടന്നുപോയാൽ പറിക്കേണ്ട കാര്യമില്ല. മരത്തിനടിയിലൂടെ, വൃക്ഷങ്ങൾക്കടിയിലൂടെ ഒരു കാലി കൊട്ട പിടിച്ച് നടന്ന് ഒരു റൗണ്ട് പൂർത്തിയായാൽ ഒരാൾക്ക് തിന്നാവുന്നതിലും ധാരാളം ആ കൊട്ടയിൽ വീണു കാണും. അത്രയും പഴവർഗ്ഗങ്ങളുള്ള ഇഷ്ടം പോലെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന അലി ഇബ്നുൽ മഅ്മൂൻ ഒന്ന് മാത്രം കിട്ടാതെ ദാഹിക്കുകയായിരുന്നു, മനസ്സമാധാനം. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? വമൻ അഅറള അൻ ദിക്രി, എന്നെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് ആരെങ്കിലും മുഖം തിരിച്ചു കളഞ്ഞാൽ, എന്നെ ഓർക്കാതെ രാവിലെ വൈകുന്നേരം പ്രഭാതമാകുമ്പോൾ അദ്കാറുസ് സ്വബാഹ് ചൊല്ലേണ്ടതുണ്ട്. വൈകുന്നേരമാകുമ്പോൾ അദ്കാറുൽ മസാ, വൈകുന്നേരം ചൊല്ലേണ്ട വിർദുകളുണ്ട്. എല്ലാ അന്നം വായിലേക്ക് ചെല്ലുമ്പോഴും ദിക്റുണ്ട്. വിസർജ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞ് വൃത്തിയായി കഴിഞ്ഞാൽ ദിക്റ് ചൊല്ലേണ്ടതുണ്ട്. ഭവനത്തിൽ കയറുമ്പോൾ ദിക്റുണ്ട്, ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതാണ് ചൊല്ലുന്നത്. വീട്ടിലേക്ക് തിരിച്ചു കയറി ചെല്ലുമ്പോൾ ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലാ റബ്ബിനാ തവക്കൽനാ. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ദിക്റുണ്ട്. ശയിക്കാൻ കിടക്കുമ്പോൾ ദിക്റുണ്ട്. കണ്ണു തുറന്ന് ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി, പടച്ചവനെ എൻ്റെ ആത്മാവ് തിരിച്ചു തന്നവനെ നിനക്ക് നന്ദി. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. ഒരുപാട് ദിക്റുകൾ ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ചു ഉറങ്ങുന്നവരെ ദിക്റുകൾ ഉണ്ടല്ലോ. വമൻ അഅറള അൻ ദിക്രി, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളോട്, നബിയെ കൈകളിൽ വ്രണങ്ങൾ വന്നു, നബിയെ ആസുകല്ലിൽ ഉരച്ചിട്ട് ഗ്രൈൻഡർ കൊണ്ട് കൈ വർക്ക് ചെയ്തിട്ട് കൈകളിൽ നബിയെ ബ്ലിസ്റ്ററുകളാണ്, മുറിവാണ്, മുഴകളാണ്, നബിയെ മുറിവുണ്ട്, പ്രയാസമുണ്ട്. എനിക്കൊരു വേലക്കാരി പെണ്ണിനെ അങ്ങ് ഏർപ്പാടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അലാ അദുല്ലുകുമാ ഖൈറൻ മിമ്മാ സഅൽതുമാനി. അലിയെ, ഫാത്തിമ, നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു വേലക്കാരനേക്കാളും നിങ്ങളുടെ ശരീരത്തിന് ആശ്വാസമുണ്ടാകാൻ നല്ലൊരു പണി ഞാൻ പറഞ്ഞു തരട്ടെയോ? റദീനാ ബിറസൂലില്ലാഹി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് പൊരുത്തമാണ്. ഇദാ അതൈതുമാ മദ്ജഅകുമാ, ഫാത്തിമ, അലി, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ ചെന്നാൽ, നിങ്ങളുടെ ശരീരഭാഗം ബെഡിൽ കിടത്തി വെച്ചാൽ ഫഖൂലാ, നിങ്ങൾ പറയണേ രണ്ടുപേരും അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലണേ. ഫസബ്ബിഹ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം. വഹ്മിദ 33 അൽഹംദുലില്ലാ ചൊല്ലണം. വകബ്ബിറാ 34 തവണ അല്ലാഹു അക്ബർ. അത് ചൊല്ലിയാൽ മോളെ, അല്ലാഹു നിങ്ങൾക്ക് ശരീരത്തിന് ആശ്വാസം തരും,
നിങ്ങൾ ചോദിച്ച വേലക്കാരിയേക്കാളും ഖൈർ അതാണ് എന്ന് സ്വന്തം മോൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതം മുഴുവനും സൃഷ്ടാവായ ജീവൻ തന്ന ശരീരം പടച്ചവനായ ഈ ലോകത്തിന്റെ രക്ഷിതാവ്, രാവും പകലും പടച്ചവൻ, അസ്തമയവും ഉദയവും സാധിപ്പിക്കുന്നവൻ. നമ്മൾ ഇരുട്ടിലാണ്. ആർക്ക് വെളിച്ചം തരാൻ കഴിയും? സൂര്യനെ ആർക്ക് പിടിച്ച് നമുക്ക് ഉയർത്തിത്തരാൻ കഴിയും? ഭൂമിയെ ആർക്ക് കറക്കാൻ കഴിയും? അതിന്റെ ഓൺ ആക്സിസിൽ ഭൂമി കറങ്ങുന്നുവെന്ന് പറയുമ്പോഴും ആരാണ് ആ കറക്കുന്നത്? സർവേശ്വരനായ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? ആ തമ്പുരാനോടുള്ള നിരന്തരമായ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനമുണ്ടാകുന്നത്. അലി ഇബ്നുൽ മഅ്മൂനിന് ലഭിക്കാതെ പോയ നിധിയും എല്ലാ ആഡംബരങ്ങളും ഉണ്ടായിരിക്കെ സമാധാനം മാത്രം ഉണ്ടായില്ല. ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലാ ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നത് സഹോദരി വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുമ്പോഴല്ല. നിങ്ങൾക്ക് സമാധാനമുണ്ടാകുന്നത് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അണിയുമ്പോഴല്ല. നമ്മൾ ഓരോരുത്തർക്കും സമാധാനമുണ്ടാകുന്നത് കയ്യിൽ കാശുകൾ വന്നു ചേരുമ്പോഴല്ല. പിന്നെയോ അലാ, അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയണം, വിശ്വാസികൾക്ക് അറിയണം. അലാ, അറിയണം, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത്, മനസ്സ് ശാന്തമാകുന്നത്, പ്രഷറും ഷുഗറും ഒക്കെ നോർമലാകും. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ മനസ്സമാധാനമുണ്ട്, ടെൻഷനില്ലല്ലോ. അലാ ബിദിക്രില്ലാഹ്, പ്രായമായ വഖദ് സഖതത് ഹാജിബാഹു അലാ ഐനൈഹി, രണ്ട് കൺപോളകളും കണ്ണുകളിലേക്ക് ചാന്നിറങ്ങിയ പ്രായമായ 90 കഴിഞ്ഞൊരു മനുഷ്യനാണ് ഹബീബിനോട് വന്ന് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് പ്രായമായ മനുഷ്യനാണ് ഞാൻ നബിയേ, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല. എനിക്ക് പശ്ചാത്താപമുണ്ടോ? എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? ഹബീബായ നബി തങ്ങളോട് സമാധാനം വാങ്ങിക്കാൻ വന്ന പ്രായമായ ഈ മനുഷ്യൻ നബി തങ്ങളോടൊരു കാര്യം പറഞ്ഞു, നബിയേ, ഖദ് കസുറത് അലയ്യ ശആഇറുൽ ഇസ്ലാം, ഇസ്ലാമിലെ നിയമങ്ങൾ ഒരുപാടുണ്ട് നബിയേ, എനിക്ക് എല്ലാം കൊണ്ടു നടക്കാൻ കഴിയില്ല. ഫദുല്ലനി അലാ അമലിൻ അതശബ്ബസു ബിഹി ഹത്താ അൽഖല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരേക്കും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരേക്കും കൊണ്ടു നടക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരൂ നബിയെ. ഒന്ന്, എന്നെ കൊണ്ട് ഒരുപാട് പറഞ്ഞു തരരുത്. ഒരുപാട് സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും തഹജ്ജുദ് ഇതൊന്നും എന്നെ കൊണ്ട് ഇനി കഴിയില്ല. പ്രായമായി നബിയെ, പ്രായമായി, ഒരു കാര്യം പറഞ്ഞു തരൂ, ഒന്ന്, ഞാനത് കൊണ്ടു നടക്കാം. ആ മനുഷ്യനോടാണ് ഹബീബാ നബി പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. പ്രായമായില്ലേ, ഇനി അനാവശ്യ ചർച്ചകളൊക്കെ മാറ്റിവെക്കണം, അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കണം. രക്ഷിതാവായ റബ്ബിനെ കാണാൻ നേരമായി, ശരീരത്തിൽ നരബാധിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകാനായി എന്ന മരണം വരുന്നുണ്ട് എന്ന താക്കീതുകാരനാണ് നര എന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ആ നദീറിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരുങ്ങേണ്ട സമയം അതിനു മുമ്പേ ഒരുങ്ങണം. പ്രായമായി കഴിഞ്ഞാൽ എന്തായാലും ഒരുങ്ങണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നത്, കിടക്കുന്ന രോഗിക്ക് പോലും ചെയ്യാൻ കഴിയുന്നത്, നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ജീവിതത്തിൽ ദിക്ർ എന്താണെന്ന് അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂൻ സുഖാസ്വാദനങ്ങളല്ലാതെ, ആസ്വാദനവും കറക്കവുമല്ലാതെ മറ്റൊന്നും അലി ഇബ്നുൽ മഅ്മൂനിന് അറിയില്ല ജീവിതത്തിൽ. ഖുർആൻ അത്തരക്കാരെ കുറിച്ചാ പറഞ്ഞത്, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. എന്നെ ഓർക്കാതെ നടക്കുന്നവരെ, അവര് ലോകം മുഴുവൻ കറങ്ങിയവരായിരിക്കും. സ്റ്റേറ്റ്സിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവര്, പോയി കഴിഞ്ഞവര്, കാനഡയും ബ്രസീലും
സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും കണ്ടു. പിന്നെ ലോകത്തിന് എന്താ ബാക്കിയുള്ളത്? കറങ്ങേണ്ടതെല്ലാം കറങ്ങി. ലഭ്യമായ കള്ളുകളും വ്യത്യസ്തമായ മദ്യങ്ങളും രുചിച്ചു. വ്യത്യസ്ത നാട്ടുകാരായ അഭിസാരികകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സമാധാനം കിട്ടുമോ അവർക്ക്? എവിടെന്ന് കിട്ടാനാണ്? ശരീരം പിന്നെയും ദാഹിക്കുകയാണ്. ഒരിക്കലും ദാഹം ശമിപ്പിക്കാൻ കഴിയില്ല. അത് തിന്മയുടെ ഒരു പ്രത്യേകതയാണ്. തിന്മ ചെയ്യുന്ന ഒരാളുടെ ശരീരം ഒരിക്കലും ദാഹം തീരുന്നില്ല. അത് വീണ്ടും ദാഹിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പു തിന്നുന്നവനെ പോലെ. ഒരു വ്യഭിചാരം കഴിഞ്ഞാൽ അടുത്തത് വേണം. അവള് മാറി വേറൊരാൾ വേണം. അവൾ കഴിഞ്ഞാൽ വേറൊരുത്തി വേണം. ഇങ്ങനെ നിരന്തരമായ ആർത്തി പൂളുന്ന ശരീരമാണ് മനുഷ്യ ശരീരം. നബി തങ്ങൾ പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. വിശുദ്ധ ഖുർആൻ ഈ ശരീരത്തെ സംസ്കരിച്ചെടുക്കേണ്ടവരാണ് നമ്മൾ. ഖുർആൻ പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി, എന്റെ സ്മരണയിൽ നിന്ന് തെന്നിമാറി ജീവിക്കുന്നവർ, ആ ആളുകൾക്ക് ഏറ്റവും സങ്കുചിതമായ ജീവിതമാണ് അവർക്കുള്ളത്. അവർ കൊട്ടാരം പണിതിരിക്കാം, അവർക്ക് വീടിന്റെ മുമ്പിൽ വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്നുണ്ടാകാം, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ദിക്റില്ല. ആ വീട്ടിൽ യാസീൻ ഓതപ്പെടാറില്ല. മഗ്രിബ് കഴിഞ്ഞാൽ അവിടെ ഖിറാഅത്തുൽ ഖുർആൻ നടക്കുന്നില്ല. അവിടെ അള്ളാഹുവിന്റെ സ്മരണ നടക്കുന്നില്ല. മക്കൾക്ക് ദീൻ പഠനം സാധ്യമാകുന്നില്ല. ഭൗതികമായ എല്ലാം അവിടെയുണ്ട്. ഇത്തരം ആളുകൾക്ക് എത്രയായിരം സ്ക്വയർ ഫീറ്റുകൾ വിശാലതയുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇഞ്ചുകളോളം ചുരുങ്ങിയതാണ്. മനസ്സ് ഇടുങ്ങിപ്പോകുമെന്ന് ഖുർആൻ. അള്ളാഹുവിനെ ഓർക്കാത്തവരുടെ മനസ്സ് ഇടുങ്ങിയിരിക്കാൻ. അവർ ചിരിക്കുന്നുണ്ട്, പക്ഷേ സന്തുഷ്ടരല്ല. അവർ ലോകം മുഴുവൻ കറങ്ങുന്നുണ്ട്, പക്ഷേ ആശ്വാസം ലഭിക്കുന്നില്ല. അതെവിടെയാണ് കിട്ടുന്നത്? നീ അന്വേഷിക്കുന്ന സമാധാനം നിന്റെ രണ്ട് ചുണ്ടുകളിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനോടുള്ള സ്വലാത്ത്, അല്ലാഹുവിന്റെ ദിക്ർ, ആ നാവിൻ തുമ്പത്ത് കിട്ടുന്ന സാധനം അന്വേഷിച്ചുകൊണ്ടാണ് മദ്യഷാപ്പുകളിൽ കയറിയിറങ്ങുന്നത്. അതിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് വ്യഭിചാരങ്ങൾ ചെന്നുപെടുന്നത്. അതന്വേഷിച്ചോടുമ്പോഴാണ് റോക്ക് മ്യൂസിക്കുകൾക്ക് അടിമകളായി മാറുന്നത്. ആ സമാധാനം അന്വേഷിക്കുമ്പോഴാണ് മനുഷ്യന്റെ കൈകളിലെ ഗാഡ്ജറ്റുകളുടെ സ്ക്രീനുകളിൽ ആഭാസം കാണുന്ന അഡിക്ഷൻ മനുഷ്യന് വന്നു പോകുന്നത്. പക്ഷെ അതിന്റെ ഒക്കെ പകരം അലാ ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം അല്ലാഹു നൽകുന്നുണ്ട്. ഇത് അനുഭവിച്ചറിയേണ്ട വിഷയമല്ലയോ? അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് ടൈഗ്രീസിലേക്ക് നോക്കുകയാണ്. ഒരുപാട് ആളുകൾ തോണി കടന്ന് സൂക്കിലേക്ക് നടന്നു വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാളെ ശ്രദ്ധിച്ചു. ആ മനുഷ്യനെ നാളുകളായി അലി ഇബ്നുൽ മഅ്മൂൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതോ ആളുകളുടെ ഭാരം ചുമന്ന് നടക്കുന്ന ഒരു ഹമ്മാലായ ഒരു മനുഷ്യൻ, ജനങ്ങളുടെ ചുമട് ചുമക്കുന്ന ഒരാൾ. ടൈഗ്രീസ് നദിയിൽ തോണിയിൽ വരുന്ന ചാക്കുകൾ തോളിലെടുത്ത് അദ്ദേഹം സൂക്കിലേക്ക് നടന്നു വരുന്നു. ആ സാധാരണക്കാരന്റെ മുഖത്തൊരു വെളിച്ചം കണ്ടു, നല്ലൊരു പ്രകാശം, എന്തെന്നില്ലാത്തൊരു പ്രഭ. ആ മനുഷ്യനെ ശരിക്കും മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ, ഇനി അദ്ദേഹം ജീവിതം മാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അയാളെ മഹാൻ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതം ഇനി മാറാൻ പോകുന്നു. ടൈഗ്രീസിന്റെ നദീതീരത്ത് നിന്ന് ചുമട് പിടിച്ച് ചുമടെടുത്ത് പ്രസന്നനായ മുഖവുമായി വരുന്ന ഒരു മധ്യവയസ്കനായ മനുഷ്യന്റെ മുഖത്തെ പ്രഭ കണ്ടപ്പോൾ അലി ഇബ്നുൽ മഅ്മൂൻ ചിന്തിച്ചു, എനിക്ക് ഈ സുഖലോലുപതയിൽ ലഭ്യമാവാത്തതെന്തോ ഒരു നിധി ഈ മനുഷ്യന് ലഭിച്ചിട്ടുണ്ടല്ലോ. ദുഹാ നിസ്കാരത്തിന്റെ നേരമാകുമ്പോൾ അദ്ദേഹം ചാക്കുകൾ താഴെ വെച്ച് അദ്ദേഹം ദിജ്ലായിലേക്ക് ടൈഗ്രീസിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഉദു കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം മുസല്ല വിരിച്ച് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബുൽ അർളി വസ്സമാവാത്, ആകാശലോകങ്ങളുടെ രക്ഷിതാവിനോട് എന്തൊക്കെയോ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു ഖുബ്സ് എടുത്ത് ഒരു ഖുബ്സ് വാങ്ങിക്കാനുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഉച്ചനേരം വരെ അദ്ദേഹം ആളുകളുടെ ചുമടുകൾ ചുമന്നു കൊണ്ടുപോകും. അങ്ങാടിയിൽ വരും, ദിജ്ലയിലേക്ക് ചെല്ലും, തിരിച്ചു വരും, തിരിച്ചു പോകും. ഉച്ചനേരം ശ്രദ്ധിച്ചു അലി ഇബ്നുൽ മഅ്മൂൻ. തിരക്കുകൾക്കിടയിൽ നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഒരു മനുഷ്യനാണ് അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഹിദായത്തിന് കാരണമാകുന്നത്.
ഒരു ദിർഹത്തിന് അദ്ദേഹം ഒരു റൊട്ടി വാങ്ങിക്കുന്നു. ആ റൊട്ടിയും കൊണ്ട് അദ്ദേഹം ദിജ്ലയിലേക്ക് നടന്നു പോകുന്നത് കാണുന്നു. ദിജ്ലയുടെ ടൈഗ്രീസിന്റെ കരയിൽ നിന്ന് ആ വെള്ളത്തിൽ റൊട്ടി മുക്കിയതിനെ മയപ്പെടുത്തി ദിജ്ലയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുകയും ഈ നനഞ്ഞ റൊട്ടി കടിച്ചു തിന്നുകയും ചെയ്ത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹം ഒരൽപ്പം ഉറങ്ങുന്നു. നല്ല ഒരു ഉറക്കം. 1 മണിക്കൂർ നേരത്തെ ഉറക്കം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ജോലിക്ക് പോകുന്നു. ജോലി ചുമട് പിടിക്കലാണ്, ആളുകളുടെ ഭാരം ചുമക്കലാണ്. അധ്വാനമാണ്, അധ്വാനമാണ്, നോക്കുകൂലിയല്ല, പണിയെടുക്കാൻ. തോളിൽ ചാക്ക് വെച്ച് കെട്ടിയിട്ട് നടന്ന് അധ്വാനിക്കുകയാണ്. ആ അധ്വാനം കഴിഞ്ഞ് മഗ്രിബാകുമ്പോൾ ഒരു റൊട്ടിയും വാങ്ങിച്ചിട്ട് അദ്ദേഹം ദിജ്ലയും കടന്ന് അക്കരെ കടന്നു പോകുന്ന കാഴ്ച കണ്ടു അലി ഇബ്നുൽ മഅ്മൂൻ. നാളുകളായി ഇത് കാണാൻ തുടങ്ങിയിട്ട് ആ മനുഷ്യന്റെ ദിനചര്യ ഒരേപോലെ. അലി ഇബ്നുൽ മഅ്മൂന് കൗതുകമായി, ആ മനുഷ്യനെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം. അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരത്തിലെ തന്റെ സൈന്യത്തിലെ ഒരുപാട് ആളുകളെ പറഞ്ഞയച്ചു. കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. ആ വരാന്തയിൽ നിന്ന് പിറ്റേന്ന് വന്ന ആ മനുഷ്യൻ ദിവസങ്ങളായി അയാൾ ഇദ്ദേഹത്തെ വാച്ച് ചെയ്യുകയാണ്. കാണിച്ചു കൊടുത്തു, കണ്ടോ അയാൾ, ആ മനുഷ്യനെ നിങ്ങൾ എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് കൊണ്ടുവരണം. അലി ഇബ്നുൽ മഅ്മൂനിന്റെ ഉത്തരവ് നടക്കുന്നു. ആളുകൾ ആ പാവപ്പെട്ട മനുഷ്യനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരൻ അറിയില്ല, ആ മധ്യവയസ്കനായ സാധാരണക്കാരൻ അറിയില്ല. അലി ഇബ്നുൽ മഅ്മൂനിനെ കണ്ടിട്ടില്ല ജീവിതത്തിൽ. കേട്ടിട്ടുണ്ട് മഅ്മൂനിന് ഒരു മകനുണ്ട്, ആ മകനാണ് ഇനി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ആ മകനെ കണ്ടിട്ടില്ല ഒരു സാധാരണക്കാരൻ. കൊട്ടാരത്തിലേക്ക് എങ്ങനെ വരാനാണ്? ആ മനുഷ്യനെ ചെന്ന് വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്, നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മാലി വലിജുനൂദി ബനിൽ അബ്ബാസ്, അബ്ബാസികളായ ഭരണാധികാരികൾക്കും എനിക്കും എന്ത് വേണം? ഞാനൊരു കൂലിപ്പണിക്കാരനായ സാധാരണക്കാരനല്ലേ? ഈ കൊട്ടാരത്തിലുള്ള ആളുകൾ എന്നെന്തിനു വിളിക്കണം? ഞാൻ എന്തിനു പോകണം? എന്നെ എന്തിനു വിളിക്കണം? അവര് പറഞ്ഞു, രാജാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കാരണം അന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണാധികാരികളുണ്ട്. പടച്ചവനെ, എന്നെ ദ്രോഹിക്കാനാകുമോ ഇയാൾ കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരന്റെയും മുഅ്മിനായ ഏതൊരാളിന്റെയും ഏറ്റവും വലിയ ആയുധം ഈ ദിക്റാണ്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. നമ്മളോട് അന്യായം ചെയ്യുന്ന, ദുൽമ് ചെയ്യുന്ന ഏതൊരാൾക്കെതിരെയും ഹസ്ബുനല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ കുതന്ത്രങ്ങൾ തകർന്നടിയാൻ ഈ ദിക്റിന് സാധിക്കും. അത് അല്ലാഹുവിന്റെ വലിയൊരു ഫദ്ലാണ്. ഇത് സത്യവിശ്വാസികളുടെ ആയുധമാണ് ഈ ദിക്ർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നമ്മൾക്കെതിരെ ആരെല്ലാം എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും, ആരെല്ലാം ഏതെല്ലാം കുതന്ത്രങ്ങൾ നമുക്കെതിരെ പ്രയോഗിച്ചാലും ഹസ്ബുനല്ലാഹു കൊണ്ട് തടുക്കാൻ കഴിയും. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ ഈ ഉമ്മത്തിലെ സ്വഹാബികളുടെ കാലശേഷം താബിഈങ്ങളിൽ ഇബ്രാഹിം നബിയെ തീയിലെറിഞ്ഞ പോലെ തീയിലേക്ക് എറിയപ്പെട്ട് എന്നാൽ ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അല്ലാഹു കൂനി യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബിക്ക് വേണ്ടി തീയിനോട് തണുപ്പായി മാറാൻ പറഞ്ഞ പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് താബിഈയായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനുഭാവനെ യമനിൽ നിന്ന് സൻആയിൽ വെച്ച് അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ തീയിലേക്ക് എറിഞ്ഞപ്പോഴും മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒരു രോമത്തിന് പോറലേൽക്കാതെ ഒന്നുമേൽക്കാതെ അസ്വദുൽ അനസിയുടെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട താബിഈയായ പണ്ഡിതനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനുഭാവൻ മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മൻ ഫുഇല ബിഹി മാ ഫുഇല ബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ സംഭവിക്കുകയും തീയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത അള്ളാഹുവിൻ്റെ അത്ഭുതം കാണാൻ ഈ ഉമ്മത്തിന് ഭാഗ്യം തന്ന അബൂ മുസ്ലിമുൽ ഖൗലാനിയെ നമുക്ക് തന്ന അള്ളാഹുവേ നിനക്ക് നന്ദി എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരും ചൊല്ലിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആരാരുമില്ലാതെ മരുഭൂമിയിൽ ബനിൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ അസ്സുദ്ദീഖ ബിൻതുസ് സുദ്ദീഖ് ആയിഷത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹയെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മഹദിയായവർ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെട്ടു പോയപ്പോൾ മാല തെരഞ്ഞു നോക്കുന്ന നേരം കൊണ്ട് യാത്രാസംഘം യാത്രയായപ്പോൾ ആ ഒറ്റക്ക് മരുഭൂമിയിൽ ഒറ്റക്കൊരു പാറക്കല്ലിലിരിക്കുമ്പോൾ മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു തആല അൻഹു സൈന്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് പെറുക്കിയെടുക്കാൻ നബി തങ്ങൾ നിയമിച്ച സ്വഹാബി സൈന്യത്തിന്റെ പിന്നാലെ വരുമ്പോൾ നേരം വെളുക്കാൻ നേരമാകുമ്പോൾ സുബ്ഹി വാങ്കിന്റെ നേരമാകുന്നതിന് മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒറ്റക്കിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഒറ്റക്ക് മരുഭൂമിയിൽ അകപ്പെടുകയോ എന്ന വേദനയോടെ ഇസ്തിർജാ ചൊല്ലി സഫ്വാൻ ഇബ്നു മുഅത്തിൽ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒട്ടകപ്പുറത്ത് കയറാൻ വേണ്ടി ഒട്ടകം താഴ്ത്തി കൊടുത്തു. അവരൊന്നും സംസാരിച്ചിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു അന്യ പുരുഷന്റെ കൂടെ മരുഭൂമിയിൽ നിന്ന് വഴി കാണാൻ വേണ്ടി ഒരു പുരുഷൻ എൻ്റെ ഒട്ടകത്തിന്റെ കയറ് പിടിക്കുകയും ഒട്ടകപ്പുറത്ത് ഞാൻ ഒറ്റക്ക് യാത്ര ചെയ്യുകയും ചെയ്യേണ്ട ആ അവസരം വന്നപ്പോൾ മാദാ ഖുൽതി യാ ഉമ്മ, ഞങ്ങളുടെ ഉമ്മ നിങ്ങൾ എന്താണ് ചൊല്ലിയത് എന്ന് അസ്മാ ബീവിയുടെ മക്കൾ, ജ്യേഷ്ഠത്തിയുടെ മക്കൾ വന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചിട്ടുണ്ട്. മഹദി പറഞ്ഞു, ഞാൻ ചൊല്ലിയത് ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, ആ അല്ലാഹുവിനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ ദിക്റിന്റെ ബലത്തിലാണ് സാധുവായ മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ യാത്ര മദീനയിലേക്ക് കടന്നു വരുന്നത്. അതിൽ പിന്നെയാണ് അള്ളാഹു ആകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് വിശുദ്ധ ഖുർആനിലെ 11ഓളം ആയത്തുകളിലൂടെ ആ മഹദി സുരക്ഷയാണ്, ആ മഹദി ഏറ്റവും പതിവ്രതയുള്ള ചാരിത്രമുള്ള ശുദ്ധിയുള്ളവരാണ് എന്ന് ഖിയാമത്ത് നാൾ വരെ മനുഷ്യർ ഓതുന്ന വിധത്തിൽ ആയത്തുകൾ ഖുർആനിൽ ഇറക്കി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അള്ളാന്റെ സംരക്ഷണം വരാൻ ആ ഹസ്ബിയല്ലാഹു വ നിഅമൽ വകീലിന് കാരണമായിട്ടുണ്ട്. മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ തങ്ങളുടെ മുമ്പിലേക്ക് അന്ന് അലി ഇബ്നുൽ മഅ്മൂൻ നല്ല ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ജീവിതത്തിന്റെ സർവ്വ ആഡംബരങ്ങളും അനുഭവിക്കണമെന്ന് കൊതിയൂറി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് റബ്ബേ എന്നെ വിളിപ്പിക്കുമ്പോൾ പടച്ചവനെ അയാൾ എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ച് സാധുവായ ടൈഗ്രീസിന്റെ ഓളങ്ങളിൽ ഹമ്മാലി പണിയെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരൻ മുഖവെളിച്ചമുണ്ടായിരുന്ന ആ സാധു മനുഷ്യൻ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നു. അമീർ ചോദിക്കുന്നു, അവിടുത്തെ അമീർ ക്രൗൺ പ്രിൻസ് അമീർ ചോദിച്ചു, അലാ തഅരിഫുനി, ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയില്ലയോ? അയാളുടെ മറുപടി, നിങ്ങളെ കണ്ടെങ്കിലല്ലേ എനിക്കറിയൂ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. മാ റഅയ്തുക ഹത്താ അഅരിഫക, നിങ്ങളെ കണ്ടാലല്ലേ അറിയൂ, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. അന ഇബ്നുൽ ഖലീഫ, ഞാൻ ഖലീഫ മഅ്മൂനിന്റെ മകനാണ്. അമീനിനെ കൊലപ്പെടുത്തി അധികാരം ഏറ്റെടുത്ത മഅ്മൂൻ, ആ മഅ്മൂനിന്റെ മകനാണ്. അലി ഇബ്നുൽ മഅ്മൂൻ എന്ന ഖലീഫയുടെ മകനാണ് ഞാൻ, ക്രൗൺ പ്രിൻസ് ആണ് ഞാൻ. അപ്പൊ ഇയാൾ പറഞ്ഞു, യഖൂലൂന ദാലിക്, ആ ആളുകൾ പറയുന്നുണ്ട് ഖലീഫക്കൊരു മകനുണ്ടെന്നും ആ മകനാണ് ഇനിയുള്ള അമീറെന്നും പറയുന്നുണ്ട്, അത് നിങ്ങളാണല്ലേ? ഈ സാധാരണക്കാരനോടൊരു സംഭാഷണം നടക്കുന്നു, നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത്? പറഞ്ഞു, അഅ്മലു മഅ ഇബാദില്ലാഹി ഫീ ബിലാദില്ലാഹ്, അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ അടിമകളോടൊപ്പം ഞാൻ പണിയെടുക്കുന്നുണ്ട്, അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോ അലി ഇബ്നുൽ മഅ്മൂൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു,
നാളുകളായി ഞാൻ നിങ്ങളെ വീക്ഷിക്കുകയായിരുന്നു. നിങ്ങളുടെ മുഖത്ത് ഞാൻ മറ്റെവിടെയും കാണാത്തൊരു മുഖവെളിച്ചം കാണുന്നുണ്ട്, ഒരു പ്രഭ കാണുന്നുണ്ട്. അത് ഈമാനിന്റെ പ്രഭയാണ്. മുഅ്മിനീങ്ങൾക്കത് കാണാൻ കഴിയും. മഹാനായ ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ തങ്ങൾ എന്ന കൊച്ചുകുട്ടിയായിരുന്ന ഇമാം ശാഫിഈ തങ്ങളോട് മദീനയിൽ വന്ന് ഇമാം മാലിക് തങ്ങളുടെ അടുത്ത് വന്ന് ഹദീസ് പഠിക്കാൻ വന്നപ്പോ മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാ ഗുലാം, അല്ലയോ കൊച്ചുമോനെ, ഇന്നി അറാ ഫീ വജ്ഹിക നൂറാ ഫലാ തുത്ഫിഅഹാ ബിദുൽമത്തിൽ മഅസിയ. മോനെ, നിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കാണുന്നുണ്ട്. ആ പ്രകാശം പാപക്കറകളാൽ നിങ്ങൾ കരിച്ചു കളയരുതേ. തെറ്റു ചെയ്യാതെ ജീവിക്കുന്നവരുടെ മുഖത്തൊരു പ്രകാശം കാണും. തിന്മകൾക്ക് അടിമകളായ ആളുകള്, തെറ്റുകൾ നിരന്തരം കാണുന്നവരെ, തിന്മകൾക്ക് വേണ്ടി അഡിക്റ്റുകളായി മാറിയവരെ, അവരെന്തെല്ലാം മേക്കപ്പ് ചെയ്താലും മുഖത്തൊരു കറുപ്പ് പ്രകടമാകും. അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളുടെ ഫിറാസത്തിന്റെ വെളിച്ചത്തിൽ അവർക്കത് മുഖത്ത് നോക്കി വായിക്കാൻ കഴിയും. അങ്ങനെ വായിച്ചതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ മദീന പള്ളിയുടെ ജുമുഅ ഖുതുബ നടക്കുമ്പോൾ പള്ളിയിലേക്ക് അവസാനം കടന്നു വന്ന ഒരു സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയില്ലേ, അയദ്ഖുലു അഹദുനാ അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനൈഹി അഥറു സിനാ. വ്യഭിചാരത്തിന്റെ അടയാളവും കണ്ണിൽ വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക് നിങ്ങൾ കയറിയിരിക്കുകയാണോ? ആ സ്വഹാബി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു. മഹാനവറുകൾ ചോദിച്ചു, അവഹയുൻ ബഅദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിന് ശേഷം ഇവിടെ വഹയി വരുന്നുണ്ടോ? മദീനയുടെ തെരുവുകളിലൂടെ ജുമുഅക്ക് വേണ്ടി ഞാൻ നടന്നു വരുമ്പോ എന്റെ മുന്നിലൂടെ ഒരു പെണ്ണ് നടക്കുന്നുണ്ട്. ഒരു കാറ്റടിച്ചപ്പോ ശരീര സൗന്ദര്യമുള്ള നല്ല നിറമുള്ള ഒരു പെണ്ണ്, അവളുടെ കാലിലെ വസ്ത്രമുയരുകയും കാലിലെ പാദസരം എന്റെ കണ്ണിൽ പെടുകയും ഞാൻ അതൊന്ന് നോക്കി ആസ്വദിക്കുകയും ചെയ്ത് എനിക്ക് ജുമുഅക്ക് വരുന്ന ഓട്ടത്തിനിടയിൽ ഓർമ്മ വന്നില്ല ഒരു അസ്തഗ്ഫിറുല്ലാഹും ഇസ്തിഗ്ഫാറും പറഞ്ഞു വരാൻ. ആ കണ്ട കാഴ്ച ഞാൻ എന്റെ കണ്ണുകൊണ്ട് ചെയ്ത തെറ്റാണ്. ആ തെരുവിൽ നടന്ന സംഭവം മദീനയിലെ മിമ്പറിൽ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന ഖലീഫ റസൂലുള്ളാഹി തങ്ങളുടെ പുതിയാപ്പിള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലദീ തസ്തഹി മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് ഖൽബിന്റെ വെളിച്ചത്തിലൂടെ ആ മനുഷ്യൻ ദൂരെ കയറി വന്നിരുന്നപ്പോഴേ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ പള്ളിയിലേക്ക് കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളവുമായി നിങ്ങൾ കയറിയിരിക്കുകയാണോ? അവഹയുൻ ബഅദ റസൂലില്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ട് എത്ര വർഷങ്ങളായി? ഇപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങാടിയിൽ നടക്കുന്നത് നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന പോലെ, ലോകത്തെവിടെയെങ്കിലും നടക്കുന്നത് ഹബീബിന് വഹയി കിട്ടുമായിരുന്നത് പോലെ, ഉസ്മാനെ നിങ്ങൾക്ക് വഹയുണ്ടോ എന്ന് ആ സ്വഹാബി ചോദിച്ചു പോയി. അതിന് മറുപടി പറഞ്ഞു ഉസ്മാൻ തങ്ങൾ, ലാ, ഇത് വഹയല്ല, ജിബ്രീൽ തങ്ങൾ പറഞ്ഞു തരുന്നതല്ല. ഇന്നഹാ ഫിറാസ, ഇത് മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പറയലാണ്. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. മുഅ്മിനായ മനുഷ്യന്റെ മുഖലക്ഷണം പറയൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. മുഅ്മിനായ മനുഷ്യൻ നോക്കുന്നത് അല്ലാഹു നൽകുന്ന പ്രകാശത്തിലൂടെയാണ്. അതുകൊണ്ട് മുഅ്മിനെ, സ്വാലിഹായ ഒരു മനുഷ്യന്റെ മുമ്പിലും നമ്മുടെ തിന്മകളെ മറച്ചു പിടിക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്നും മറച്ചു പിടിക്കാൻ കഴിയുമോ? പടച്ചവന്റെ മലക്കുകൾ വമാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അല്ലാഹുവിന്റെ മാലാഖമാർ റഖീബ് അലൈഹിസ്സലാമും അതീദ് അലൈഹിസ്സലാമും അറിയാതെ ഒരു വാക്ക് പോലും ഉരുവിടാൻ മനുഷ്യന് കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ആരെയാ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്നത്? ആരെയാ നമ്മൾ കളിപ്പിക്കുന്നത്? ആരെയാ നമ്മൾ കബളിപ്പിക്കുന്നത്? പാപങ്ങൾക്കൊരു ദുൽമത്തുണ്ട്, പാപങ്ങൾക്കൊരു ഇരുട്ടുണ്ട്. ആ ഇരുട്ട് മനുഷ്യന്റെ മുഖത്ത് പ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ തങ്ങളുടെ ഉസ്താദ് മഹാനായ അല്ലാമ വഖീ ഇബ്നുൽ ജറാഹ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ തങ്ങൾക്ക് ഓർമ്മക്കുറവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ, മോനെ, ഓർമ്മക്കുറവ് വരുന്നത് പാപങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്, തെറ്റുകൾ ചെയ്യാതിരിക്കണം മോനെ എന്ന് തിൽമീദായ മുതഅല്ലിമായ ഇമാം ഷാഫിഈ തങ്ങളോട് പറഞ്ഞ വചനം എത്ര പ്രശസ്തമാണ്. ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി
فأرشدني إلى ترك المعاصي وقال العلم نور الله حقا ونور الله لا يعطى لعاصي ശകൗതു ഇലാ വകീഇൻ ഞാൻ എൻ്റെ ഗുരുനാഥൻ വകീ ഇബ്നുൽ ജറാഹ് തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞു. എന്ത്? സൂഅ ഹിഫ്ളി, ഓർമ്മക്കുറവുണ്ട്, ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. ഫഅർശദനി ഇലാ തർക്കിൽ മആസി, എന്നോട് പറഞ്ഞു, മോനെ ശാഫിഈ, നിങ്ങൾ കണ്ണ് സൂക്ഷിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ അനിവാര്യമായത് കണ്ണ് സൂക്ഷിക്കലാണ്. മൊബൈൽ ഫോണുകളുടെ ഡാറ്റ കൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന അപകടങ്ങൾ, തിന്മകൾ, എല്ലാ നന്മകളും ചെയ്യുന്ന ആളുകൾക്ക് അനാവശ്യമായത് കാണാതെ ഒരു ദിവസം കഴിയാത്ത ആളുകൾ, അവർ നിസ്കാരമുള്ളവരാണ്, അവർ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ്, എന്നിട്ട് പോലും മോശമായത് വീഡിയോകൾ കണ്ണുകൊണ്ട് കാണാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം അഡിക്ഷൻ വന്നുപോയ കാലം. ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ സ്ത്രീകളാണെന്നാണ് കണക്ക്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അപകടമാണിത്! ഈ ഉമ്മത്തിന് വന്ന ദുരന്തമാണിത്. ഉമ്മത്തിന് വന്ന ദുരന്തം. സ്ക്രീനുകൾ കടിമകളായി സ്വന്തം ഭാര്യയെ പോലും നോക്കാതെ, മക്കളോട് പോലും ഒന്ന് സ്നേഹം കാണിക്കാൻ കഴിയാതെ, മനുഷ്യൻ ചിത്രങ്ങൾ കടിമയായി സ്വന്തം ശരീരത്തിന്റെ വൈകാരികതയെ ഉണർത്താൻ വേണ്ടി ഒരുതരം പൈശാചികത പേറി നടന്ന് പാപങ്ങളിൽ കുളിച്ചു കഴിയുന്ന ആളുകൾക്ക് അവരുടെ മനസ്സുകൾ എന്നും ഇടുങ്ങിയതാണ്. ആ മനസ്സിന് സമാധാനം ഉണ്ടാവില്ലെന്ന് അല്ലാഹു ജല്ല ജലാലു. ആ ആളുകളുടെ മുഖങ്ങളിൽ കറുപ്പ് നിറം വരും. അവരുടെ ഹൃദയങ്ങൾക്ക് റൈൻ എന്ന് പറയുന്ന കറ ബാധിക്കും. അത് മുഖങ്ങളിൽ കാണപ്പെടും. അത് സത്യവിശ്വാസികൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്ന് മുഅ്മിനീങ്ങളെ പേടിക്കണം, മറ്റൊന്ന് അള്ളാഹുവിന്റെ മലക്കുകളെ പേടിക്കണം. റസൂലുള്ളാഹി തങ്ങൾക്ക് നമ്മുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സ്വഹീഹായ ഹദീസല്ലേ. അതിനപ്പുറം അല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, എല്ലാം അറിയുന്നവനായ റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ? ഇമാം ഷാഫിഈ തങ്ങളോട് മാലികി തങ്ങൾ പറഞ്ഞ വാക്കതാണ്, മോനെ, നിങ്ങളുടെ മുഖത്ത് ഞാൻ നല്ലൊരു തെളിവ് കാണുന്നുണ്ട്. ആ മുഖത്തിന്റെ പ്രഭ പാപങ്ങൾ ചെയ്തുകൊണ്ട് കരിച്ചു കളയല്ലേ എന്ന് ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ചർച്ചയിൽ തുടരുകയാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നമ്മൾ തുടങ്ങിയത് എത്രയാണ്? പിന്നെ ജന്മത്തിൽ വെറുതെ വരുമ്പോൾ 10 രൂപയ്ക്ക് എന്നൊക്കെ റെഡിയാക്കിയോ? റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് കൂടെ ചൊല്ലാം. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈയൊക്കെ ഒന്ന് പൊന്തിച്ച് നോക്കി. നല്ല റാഹത്ത്, കുടഞ്ഞാൽ നല്ല റാഹത്ത് വരും. ഹാർട്ടിലേക്കുള്ള ബ്ലോക്ക് തീരാൻ ഈ കൈയിൻ്റെ എക്സസൈസ് മതിയെന്നാ. അത്രയും കണക്ഷനാണ് നമ്മുടെ ഈ ഷോൾഡറും ഹാർട്ടും തമ്മിൽ. ഈ കൈ പൊക്കണമൊക്കെ വെറുതെ പിഷ്കണ്ട പൊക്കിക്കോളി, അവനവൻ്റെ ഹാർട്ടിന് വരെ നല്ലതാണ്. എൻ്റെ കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ടേ ഒന്ന് ഊരൊക്കെ ഒന്ന് വളച്ച് ഒന്ന് ഉഷാറാക്കിയിട്ട്, എണീക്കാത്ത പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, ഊരൊക്കെ വേദന ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒന്ന് എണീക്കുന്നത് എന്താണെന്നറിയോ? ഒരു രക്തോട്ടൊക്കെ ഒന്ന് ശരിയാവാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. കാലിൻ്റെ തെരുപ്പൊക്കെ മാറിയാൽ ബാക്കിലെ ചെയറൊക്കെ അവിടെ തന്നെ ഉണ്ടോ നോക്കി. ചെയറില്ലാത്തവരൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ചില വളവന്മാരങ്ങനെ ഉണ്ടാവും. ഇതുവരെ നിന്നവരൊക്കെ ഇരുന്ന് കുറേ സൂക്ഷിച്ചാൽ ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് എനിക്ക് കസേല വരിച്ചിട്ടുണ്ടോ നോക്കിയതല്ല. അവരങ്ങനെ തന്നെ നിൽക്കുകയാണ്. പടച്ചവനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ മജ്ലിസ് അൽ ഇൽം, ഇൽമിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരുന്ന് കേൾക്കുക എന്നാണ്. ജലസ എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നല്ലേ. ഒരു ഇൽമിൻ്റെ സദസ്സിൽ ഇരുന്ന് കേൾക്കുക എന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. സൗകര്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ നിൽക്കാനല്ല. അപ്പം എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് നമ്മുടെ സുഹൃത്തുക്കൾ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കണം എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ വലിയന്നൂർ വെച്ച് ഇപ്പോൾ നടന്ന ബൈക്ക് ആക്സിഡൻറ്റിൽ
മലപ്പുറം സ്വദേശി ഷമീർ എന്നയാൾ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്. നോക്കണം, ഇന്ന് അസറിൻ്റെ നേരം വരെ സഹോദരന് മരണം ഇന്ന് മഗ്രിബിന് ശേഷം വരുന്ന അറിഞ്ഞില്ല അല്ലേ? അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹുയുടെ ആഖിറം നന്നാക്കി കൊടുക്കട്ടെ. മഹാനായി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വബാഹിൻ ഇലന്നാർ. പടച്ചവനെ, ഈ രാവിലെ, അദ്ദേഹം രാവിലെ മരിക്കുകയാണ്, പടച്ചവനെ ഈ രാവിലെ നരകത്തിലേക്ക് പോകാതെ നീ എന്നെ രക്ഷപ്പെടുത്തണേ. അത് വൈകുന്നേരം മരിക്കുമ്പോൾ അങ്ങനെ പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മസാഇൻ ഇലന്നാർ. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഖബറിലേക്ക് പോയാൽ ഖബർ ആ സെക്കൻഡ് മുതൽ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. നരകമായ ആൾക്ക് രാവിലെ മറവ് ചെയ്താൽ രാവിലെ മുതൽ അതാണ്. മഗ്രിബാണെങ്കിൽ അങ്ങനെ. നല്ല ഒരു മുഅ്മിനായ മയ്യത്തിന് വൈകുന്നേരം രാത്രി മറവ് ചെയ്താലും അത് സ്വർഗമാണ്, രാവിലെ മറവ് ചെയ്താലും അത് സ്വർഗമാണ്. അള്ളാഹു നമ്മുടെയൊക്കെ ഖബറുകൾ ഇന്ന് മരിച്ചു. ഇപ്പോൾ ഈ ഷമീർ എന്ന സഹോദരൻ, നമ്മുടെ നാട്ടുകാരിയായ സൈനബ് എന്ന് പറഞ്ഞ ആ ഉമ്മ, അള്ളാഹു അവർക്കും നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാവർക്കും നമുക്ക് തന്നെയും ഖബറുകൾ അള്ളാഹു സ്വർഗത്തൊപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര പെട്ടെന്നാണ് ജീവിതം കഴിഞ്ഞു പോയത്, എത്ര പെട്ടെന്നാണ് SLCയും +2 ഡിഗ്രിയും ജോലിയും കഴിഞ്ഞ് ഉപ്പയും വല്യുപ്പയായി മാറുന്നത്, എത്ര പെട്ടെന്നാണ് ജീവിതം ഓടുന്നത്. നമ്മൾ ഇതൊന്ന് ആസ്വദിക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കും നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ജീവിതം വളരെ പെട്ടെന്നാണ് അല്ലേ? പരലോകത്ത് അല്ലാഹു ചോദിക്കുക, എത്ര കാലം നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചു? ഖാലൂ ലബിത്നാ യൗമൻ ഔ ബഅദ യൗം. ഇറ്റ് സീംസ് ലൈക്ക് വി സ്റ്റേഡ് എ ഡേ ഓർ എ ഹാഫ്. ഒരു ദിവസമോ അര ദിവസമോ താമസിച്ച പോലെ തോന്നുന്നു റബ്ബേ. അങ്ങനെയാണ്. ഇപ്പോൾ 20 വയസ്സായ ഒരാൾ 5 വയസ്സ് മുതലൊക്കെ ഏകദേശം ഓർമ്മ ഉണ്ടായി തുടങ്ങും. 5 മുതൽ 20 വരെയുള്ള 15 കൊല്ലം എത്ര സ്പീഡിലാണ് പോയത് നോർത്തു നോക്കൂ. 50 വയസ്സുള്ള ആള് കല്യാണം കഴിഞ്ഞ് എത്ര പെട്ടെന്നാ 50 ആയത് റബ്ബേ, എത്ര പെട്ടെന്നാ 40 ആയത്, എത്ര പെട്ടെന്നാ 60 ആയത്. അത് ബേക്കോട്ട് നോക്കിയാൽ സമയം വളരെ പെട്ടെന്ന് കടന്ന പോലെ തോന്നുന്നു. അതാണ് പരലോകത്ത് പറയുന്നത്, ഒരു ദിവസമോ അര ദിവസമോ ജീവിച്ച പോലെ തോന്നുന്നു റബ്ബേ. ഫസ്അലിൽ ആദീൻ. ഞങ്ങൾക്ക് എന്നെ തിട്ടപ്പെടുത്താൻ അറിയുന്നില്ല എന്ന് റബ്ബിനോട് പറയുന്ന അള്ളാഹു, നമ്മൾ അനുഭവിക്കുന്ന ഈ ജീവിതം, വളരെ പെട്ടെന്ന് കഴിയുന്ന ഈ ജീവിതം നന്മയിലായി നിലകൊണ്ട് നല്ല നിലക്ക് മുഅ്മിനീങ്ങളായി ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ സദസ്സിലേക്ക് എത്തുന്ന മുറക്ക് ഇൻഷാ അല്ലാഹ് പരിപാടി നമ്മൾ റാപ്പപ്പ് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് വാഅദ ചെയ്ത സമയം ഇനി 10:58 അവസാനിപ്പിക്കും എന്നതാണ് ഇൻഷാ അല്ലാഹ്. ഉസ്താദ് അപ്പം എത്തുകയാണെങ്കിൽ അങ്ങനെയായി. ഉസ്താദ് എത്താൻ വൈകിയാൽ നമ്മുടെ സംഘാടകർ ഉസ്താദ് എത്തിശരിക്കുകയും കൊണ്ടുവരണേ, നമ്മൾ വൈകിപ്പിക്കില്ലല്ലോ ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അലാ തഅരിഫുനി. ദിജ്ലയിലെ വള്ളങ്ങളിൽ വരുന്ന ചാക്കെടുത്ത് തോളിൽ വെച്ച് നടന്നു പോകുന്ന ആ മധ്യവയസ്കനോട് അലി ഇബ്നുൽ മഅ്മൂന്റെ ചോദ്യം, എന്നെ അറിയില്ലേ? ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്കറിയാം? ഞാൻ ഇബ്നുൽ ഖലീഫ, ഞാൻ ഇവിടുത്തെ ക്രൗൺ പ്രിൻസാണ്. ഓ, ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ നിങ്ങളുടെ ജോലി? ഞാൻ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഭൂമിയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ അലി ഇബ്നുൽ മഅ്മൂനിന്റെ ചോദ്യം, നിങ്ങളെ ഞാൻ ഒരുപാട് ദിവസമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഞാൻ ഒരുപാട് ദിവസമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രയാസമുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വേണ്ടേ? ചോദിച്ചു, എങ്ങനെ? നിങ്ങൾ എനിക്ക് എന്ത് ആശ്വാസം തരാനാ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മുഖവെളിച്ചം കണ്ടപ്പോ, നിങ്ങളുടെ മുഖത്തെ പ്രസന്നത കണ്ടപ്പോ എനിക്ക് നിങ്ങളെ എൻ്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ തോന്നുന്നു. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യ മാതാപിതാക്കളെയും എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നോളൂ. നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം എൻ്റെ കൊട്ടാരത്തിൽ ഞാൻ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ജോലിക്കും ഇനി നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ ഭക്ഷണം ഞാൻ തരാം. ഇനി ചുമന്ന് നടന്ന് നിങ്ങൾ അധ്വാനിച്ച് വിഷമിക്കരുത്, നിങ്ങൾക്ക് വേണ്ടതെന്തോ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് വലിയൊരു ഓഫർ നൽകുന്നു അലി ഇബ്നുൽ മഅ്മൂൻ. നമ്മളാണെങ്കിൽ എന്താ പറയാ, ആയിക്കോട്ടെ എന്ന്. നമ്മൾ വലിയ ഓഫർ എന്നാ ഗൾഫിൽ ജോലി തരാന്നക്കാരൻ പറയാ അല്ലേ? അതെങ്കിലും അത് തരക്കേടില്ല. അലി ഇബ്നുൽ മഅ്മൂൻ ഇത് ചോദിച്ചപ്പോ അലി ഇബ്നുൽ മഅ്മൂനിനോട് ആ സാധുവായ സാധാരണക്കാരനായ മധ്യവയസ്കനായ ഒരു പാവം മനുഷ്യന്റെ മറുപടി വന്നു, യബ്നൽ ഖലീഫ, ഖലീഫയുടെ മകനേ,
ലാ ഹമ്മ അലാ മൻ ലം യുദ്നിബ്. യാ അല്ലാഹ്, ഇതൊരു വല്ലാത്ത വാക്കാണ്. ഈ നിധിയാണ് രാജകുമാരന് ടൈഗ്രീസിന്റെ തീരത്ത് നിന്ന് കിട്ടുന്ന നിധി. നമ്മുടെ വിഷയം ഇതാണ്. ടൈഗ്രീസ് നദിയുടെ തീരത്ത് നിന്ന് കണ്ടുകിട്ടിയ നിധി. ആ നിധിയാണ് ഈ പറയുന്ന വാക്കുകൾ. ഇത് ഖലീഫയുടെ മകൻ അറിയില്ലായിരുന്നു. യബ്നൽ ഖലീഫ, ഖലീഫയുടെ മകനെ, എന്റെ വിഷമവും എന്റെ സങ്കടവും കണ്ട് എനിക്ക് ആശ്വാസം തരാൻ കൊട്ടാരത്തിൽ താമസം തരാമെന്ന് എനിക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഖലീഫയുടെ മകനെ, നിങ്ങൾക്കറിയുമോ, ലാ ഹമ്മ അലാ മൻ ലം യുദ്നിബ്, പാപങ്ങൾ ചെയ്യാത്തവർക്ക് ടെൻഷൻ ഇല്ലല്ലോ. വലാ ഗമ്മ അലാ മൻ ലം യഅസി, അല്ലാഹുവിനെ ധിക്കാരം ചെയ്യാത്തവർക്ക്, റബ്ബിനെ ധിക്കരിക്കാത്തവർക്ക് ഒരു സങ്കടവുമില്ലല്ലോ. വലാ ഹുസ്ന അലാ മൻ ലം യുസി, അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരാൾക്ക് വ്യസനമില്ല, ദുഃഖമില്ല, സങ്കടമില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? ഞാൻ സമാധാനത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാവിലെ രാവിലെയും വൈകുന്നേരവും പടച്ചതമ്പുരാൻ ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവര്, നേരം വെളുത്താൽ മയക്കുമരുന്നിന്റെ ഗുളിക കുടിക്കണം, അവനതിന്റെ സ്മോക്ക് ചെയ്യണം, അല്ലെങ്കിൽ കള്ളു കുടിക്കണം. വൈകുന്നേരമാകുമ്പോൾ ഉറങ്ങാൻ ചെല്ലുമ്പോൾ നടക്കാൻ അവൻ ഇത് വേണം. രാവിലെയും വൈകുന്നേരവും ഡ്രഗ് അടിച്ച് നടക്കുന്ന മനുഷ്യൻ, അവന് രാവ് പകലന്തിയോളം അവന് ടെൻഷനാണ്, അവന് ബുദ്ധിമുട്ടാണ്, അവന് സങ്കടമാണ്. അവന്റെ സങ്കടം ഒരിക്കലും അവന് തീർക്കാൻ കഴിയുന്നില്ല. സങ്കടത്തിന്റെ നടുവിലാണവൻ. മയക്കുമരുന്ന് അടിക്കുമ്പോൾ അവൻ ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണ്. നല്ല പകലിലെ വെളിച്ചം കണ്ണ് മൂടിയിട്ട് പറയുന്നു എനിക്കിപ്പോ ഇരുട്ടാണ് എന്ന് എനിക്കിപ്പോ തോന്നുന്നു എന്ന് പറയുന്ന പോലെ സങ്കടത്തിന്റെ നടുക്കടലിൽ കിടക്കുന്ന ഒരാൾ എങ്ങനെ മദ്യപിച്ചാൽ, മയക്കുമരുന്നടിച്ചാൽ അവൻ എന്ത് സന്തോഷം. അവന്റെ അല്പനേരത്തെ മയക്കം തീരുന്നവരെയുള്ള തോന്നലല്ലേ അത്. വെളിച്ചത്തിൽ നട്ടുച്ച നേരത്ത് കണ്ണ് ചിമ്മി പിടിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഇരുട്ടുപോലെ തോന്നുന്നു എന്ന് പറയുന്ന പോലെ അത് അവന് തോന്നലല്ലേ. കണ്ണു തുറന്നാൽ അവൻ വെളിച്ചത്തിലാണ് എന്ന പോലെ. രാജാവിനോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനൊന്നും ഈ കൂലിപ്പണിക്കാരനായ എന്റെ ജീവിതത്തിലില്ല. പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് ഓഫർ തരുന്നത്? എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഭയങ്കര കൗതുകായി. ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടാവോ? പൈസ വേണോന്ന് ചോദിച്ചിട്ട് വേണ്ടാന്ന് പറയുന്നവരുണ്ടോ? ദുന്യാവ് തരാന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറയുന്നവരുണ്ടോ? ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. സുബ്ഹാനല്ലാഹ്, ഇത് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമാണ്. തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. നീ ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണമെന്ന് ജനങ്ങളുടെ കീശയിലേക്ക് കണ്ണും വെച്ച് നടക്കണ്ട. അങ്ങനെയെങ്കിൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അതല്ല, തക്കം കിട്ടിയ എന്തെങ്കിലും എഴുതി കൊടുത്ത്, അപേക്ഷ കൊടുത്ത് വല്ലതും വാങ്ങിക്കണം, എന്തെങ്കിലും ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ജനങ്ങൾക്ക് നിന്നോട് വെറുപ്പ് വരും. അതല്ലേ യാഥാർത്ഥ്യം. മുത്തനബി ഞങ്ങൾ പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പൊന്നുരാജാവേ, അമീറേ, അമീറേ, നിങ്ങളുടെ ഈ ഓഫർ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആ സാധാരണക്കാരൻ ടൈഗ്രീസിന്റെ ഓരത്ത് കട്ടപ്പാടിന്റെ ജോലി ചെയ്യുന്ന പൊരിഞ്ഞ വെയിലത്ത് ദാഹാർത്തനായി ചെയ്യുന്ന ഈ മനുഷ്യന്റെ കുടുംബം ആരൊക്കെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉമ്മി അജൂസുൻ കബീറ, ഒരുപാട് പ്രായമുള്ള ഉമ്മയുണ്ട് എനിക്ക്. വഉഖ്തി അംയാഉ ഹസീറ, എന്റെ സഹോദരി കണ്ണു കാണാത്തൊരു സഹോദരിയാണ്. അല്ലാഹ്, നമ്മുടെ സഹോദരിക്ക് അസുഖമായി, എൻ്റെ പ്രിയപ്പെട്ട, വളരെ എൻ്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് സുഖല്ല. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. മൂക്കിലൂടെ പൈപ്പ് കൊടുത്ത് ഭക്ഷണം കൊടുക്കുകയാണ്. ആ പൈപ്പ് എടുത്ത് എൻ്റെ പെങ്ങള് കിടന്ന കിടപ്പ് കിടന്നോട്ടെ. സംസാരിക്കാൻ കഴിയാത്ത പെങ്ങളാണ്, വലിയ അസുഖം വന്ന് കിടക്കുകയാണ്. ശുശ്രൂഷക്ക് 2 പേരുണ്ട്. ആ പ്രിയപ്പെട്ട പെങ്ങളുടെ ഉമ്മയും സഹോദരനും, അവർക്ക് വേണ്ടി സഹോദരങ്ങളും ഒക്കെ കുടുംബം ഒന്നാകെ കഷ്ടപ്പെടാൻ പ്രാർത്ഥനയിലാണ്.
ഒന്ന് ആ കുഞ്ഞിനൊരു ആശ്വാസമുണ്ടാകാൻ, നല്ല ഒരു യൗവനം കഴിഞ്ഞൊരു സഹോദരിയാണ്. അള്ളാഹുവെ നീ ശിഫ കൊടുക്കണേ റബ്ബേ, അള്ളാഹുവെ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ, അള്ളാഹുവെ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഈ ചെറുപ്പക്കാരന്റെ പെങ്ങള് കണ്ണു കാണാത്ത പെങ്ങളാണ്. ഈ മനുഷ്യന്റെ ഉമ്മ പ്രായമായ ഉമ്മയാണ്. രണ്ടുപേർക്കും കാലം മുഴുവനും നോമ്പാണ്. രാവിലെ മുതൽ ഞാൻ ചുമട്ടു ജോലി ചെയ്ത് എൻ്റെ കാശ്, എൻ്റെ ജീവിതത്തിന്റെ വിയർപ്പിന്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കാശ്, അതുകൊണ്ട് ഞാൻ വൈകുന്നേരം എൻ്റെ പെങ്ങൾക്കും എൻ്റെ ഉമ്മാക്കും ഒരു റൊട്ടി വാങ്ങുന്നുണ്ട്. ആ റൊട്ടി ഞാൻ കൊണ്ടുപോയാൽ അതിന്റെ പകുതി അവർ കഴിക്കും, നോമ്പ് തുറക്കാൻ പകുതി കൊണ്ട് അവർ അത്താഴം കഴിക്കും. അങ്ങനെ കാലം മുഴുവൻ നോമ്പെടുക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്. നോക്കണം, ഇത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു വീട് നമ്മുടെ മഹല്ലിലോ നമ്മുടെ പരിസരങ്ങൾ എവിടെയെങ്കിലും കാണാൻ കഴിയോ? ഉച്ചഭക്ഷണം അവർക്ക് ഇല്ല, പിന്നെ നോമ്പ് തന്നെ. കണ്ണു കാണാത്ത പെങ്ങള്, പ്രായമായ ഉമ്മ, ഈ ഉമ്മയെയും പെങ്ങളെയും നോക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നൊരു ചെറുപ്പക്കാരനോട് കൊട്ടാരത്തിൽ വന്ന് പാർത്തോളൂ എന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞ ആള്, യാ അല്ലാഹ്, ഇത് ചരിത്രത്തിലെ അത്ഭുതകരമായ സംഭവമാണ്. ദിജലയുടെ തീരത്ത് നിന്ന് അലിയുബിൽ മഅ്മൂനിന് നഷ്ടമായ നിധിയാണ്. മനസ്സിന്റെ സന്തോഷം എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന അത്ഭുതകരമായ ഒരു സംഭവമല്ലയോ ഇത്? ഉമ്മീ അജൂസുൻ കബീറ വഉഖ്തി അംയാഉ ഹസീറ. ഞാൻ അവർക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമാണ്. ഞങ്ങൾ നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചാണ് ഞങ്ങൾ ആ വീട്ടിൽ താമസം. എപ്പോഴാ എഴുന്നേൽക്കുന്നത്? ചോദിച്ചു, എപ്പോഴാ എഴുന്നേൽക്കുന്നത്? ഇദാ നസലൽ ഹയ്യുൽ ഖയ്യൂം ഇലസ് സമാഇദ് ദുനിയാ. കാരുണ്യവാനായ ഉടമസ്ഥനായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് നുസൂലൻ യലീഖു ബിഹി, അല്ലാഹുവിന്റെ അളമത്തിനോട് യോജിക്കുന്ന വിധം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഇറക്കം ഒന്നാം ആകാശത്തേക്ക് അവൻ ഇറങ്ങി വരുന്ന നേരത്ത്, എന്ന് പറഞ്ഞാൽ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, തുലുസുൽ ലൈൽ, രാത്രിയുടെ 2/3 കടന്നു കഴിഞ്ഞാൽ, രാത്രിയുടെ 2/3 കടന്നു കഴിഞ്ഞാൽ, പിന്നെ രാത്രിയുടെ 1/3 ബാക്കി നിൽക്കുന്ന നേരം അല്ലാഹു ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിക്ക് മുമ്പുള്ള നേരം ഏകദേശം നോക്കിയാൽ ഒരു 3 മണി മുതൽ ആ സുബഹി വരെയുള്ള നേരം, ഇന്നത്തെ ടൈമിംഗ് പ്രകാരം ഏകദേശം ഒരു 2.5 മണിക്ക് ശേഷം സുബഹി വരെയുള്ള സമയം അല്ലാഹു ഇറങ്ങി വരുന്നു. നുസൂലൻ യലീഖു ബിഹി, അതെങ്ങനെ നമുക്കറിയില്ല. അല്ലാഹുവിന്റെ അളമത്തിനോട് യോജിക്കുന്ന വിധത്തിലുള്ള ഇറക്കം, അങ്ങനെ പറയും. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങി വരും. അങ്ങനെയൊക്കെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ആ നേരത്താണ് ഞാൻ ഉണരുന്നത്. നമ്മളങ്ങനെ ഉണരാറുണ്ടോ? നമുക്കങ്ങനെ ഉണരാൻ കഴിയാറുണ്ടോ? ഇഷ്ടംപോലെ അലാറം നമ്മൾ വെക്കുന്നുണ്ട്, ഉണരുന്നില്ല, അതിലെ പരാതി. ആ നേരത്തെ ട്രെയിനാണെങ്കിൽ നമ്മൾ എണീറ്റ് ഓടൂലേ? ആ നേരത്തെ ഫ്ലൈറ്റ് ആണെങ്കിൽ എണീറ്റ് ഓടൂലേ? കുട്ടികൾക്ക് അന്ന് എക്സ്പ്രഷൻ പോകുന്നുണ്ട്, ഉമ്മ 2 മണിക്ക് ബസ് വരുന്ന പറഞ്ഞു, 1 മണിക്ക് എന്നെ വിളിക്കണം കേട്ടോ. നമ്മൾ എണീക്കൂലേ? എണീക്കുന്നുണ്ട്. അപ്പൊ എന്താ എണീക്കാത്തത്? സുബഹിക്ക് നമ്മൾ അള്ളാഹുവിന് എത്രേ വില കൊടുത്തിട്ടുള്ളൂ, അതന്നെ. ഒമാ ഖദറുല്ലാഹു ഹഖ്ക ഖദ്രി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം നമ്മൾ കുട്ടികളിൽ നിന്ന് വിചാരിച്ചത്. നമുക്കൊരു ചെറിയ വീട് വെച്ച് തന്നാൾ, ഒരു വിസ തന്നാൾ, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്ത ആള്, നമ്മൾ എത്ര നന്ദിയോടെ ആ മനുഷ്യനെ കാണുന്നത്. ഈ ജീവിതം നിന്ന് പടച്ച തമ്പുരാനെ നമുക്ക് അത്രേ വിലയുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു വിളിക്കുന്നു, അസ്സലാത്തു ഖൈറും മിനൻ നൗം. റമളാനിൽ മാത്രം ഇത് കേൾക്കുന്നുണ്ട്, കാരണം അത്താഴത്തിന് എണീക്കേണ്ട സമയം. റമളാൻ കഴിഞ്ഞ അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരമാണ്. നമ്മൾ കേൾക്കുന്നുണ്ടോ? മുഅ്മിനീങ്ങൾ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേൽക്കേണ്ടവരാണെന്നാണ്. അത് നമ്മൾ ശീലമാക്കിയാൽ ഈ ഉമ്മത്തിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. വല്ലാഹി തുമ്മ വല്ലാഹ്. നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർ പാതിര കഴിഞ്ഞ നേരം ബൈക്കുകളിൽ കറങ്ങി കഞ്ചാവ് അടിച്ചിട്ടും പെണ്ണ് പിടിച്ചിട്ടും തോന്നിവാസം ചെയ്തും നടന്ന് നമ്മുടെ റോഡരികളിലും അങ്ങാടികളിലും തെരുവോരങ്ങളിലും കറങ്ങി നടക്കുന്ന പരിപാടിക്ക് നിർത്തിയിട്ട് നേരത്തെ കിടന്നുറങ്ങി, ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്, നേരത്തെ പോയി നേരത്തെ എഴുന്നേറ്റ് സുബഹിന്റെ മുമ്പ് വുളു എടുത്ത് 2 റക്അത്ത് അള്ളാഹിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ആൺമക്കളും നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമെങ്കിൽ വല്ലാഹി തുമ്മ വല്ലാ, ഈ ഉമ്മത്തിനെ തൊടാൻ ആർക്കും ധൈര്യം വരില്ല.
നമ്മൾ അള്ളാന്റെ മുമ്പിൽ നിസ്സാരന്മാരായി മാറി, പിന്നെ ശത്രുക്കൾക്ക് നമ്മൾ നിസ്സാരന്മാരാണ്. അതാണ് വിഷയം. അല്ലാതെ നമ്മൾ എന്ത് കോപ്പ് കൂട്ടിയിട്ടും നമ്മുടെ ശക്തി അള്ളാഹുമായുള്ള ബന്ധമാണ്. ആ ശക്തി നമുക്ക് ചോർന്നാൽ നമ്മെ ആർക്കും സഹായിക്കാൻ കഴിയില്ല. ആ ശക്തി നമുക്കുണ്ടോ, അള്ളാഹു ജല്ല ജലാലു നമ്മോടൊപ്പമാണ്. അള്ളാഹു നമുക്ക് ഖിയാമുൽ ലൈലിന് തൗഫീഖ് നൽകട്ടെ, തഹജ്ജുദിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹസനുൽ ബസ്രിയോട് ഒരാൾ പറഞ്ഞു, ഹസനുൽ ബസ്രി, ഞാൻ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചെന്ന് എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊക്കെ വല്ലാത്ത ആഗ്രഹം. ഞാൻ ഉളൂ എടുക്കാനുള്ള വെള്ളം വരെ തയ്യാർ ചെയ്ത് വെക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഉണരാൻ പറ്റുന്നില്ല. ഖാല ഖയ്യദത്കൽ മആസി, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണ് നിന്നെ ഉണരാതിരിക്കാൻ കാരണമാക്കുന്നത് എന്ന് മഹാനായ അൽ ആലിമുർ റബ്ബാനി, മഹാനായ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സമാധാനം എന്ന നിധിയാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൽ അലൈക മിൻ ദൈനിൻ, അലി ഇബ്നുൽ മഅ്മൂൻ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല കടവുമുണ്ടോ? ദുനൂബുൻ സലഫത് ബൈനി വബൈനൽ ഹയ്യിൽ ഖയ്യൂം, മനുഷ്യരോട് ഒരു ഇടപാടും ഇനി ബാക്കിയില്ല, പക്ഷേ ഞാനും എൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവും തമ്മിൽ ചെയ്തു പോയ പാപക്കറകളുണ്ട്. ഞാൻ മലക്കല്ലല്ലോ, മാലാഖയല്ല, മനുഷ്യൻ എന്ന പേരിൽ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കടമുണ്ട് അള്ളാഹുവിനോടെന്നല്ലാതെ മനുഷ്യരോടൊരു കടവും എനിക്കില്ല. അലാ തുരീദു മഈശതനാ, അലി ഇബ്നുൽ മഅ്മൂൻ നിരാശനായി ചോദിച്ചു. മുഖത്ത് എമ്പാടും വെളിച്ചമുള്ള അധ്വാനത്തിന്റെ തളർച്ച ബാധിച്ച ആ മധ്യവയസ്കനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കാൻ എന്തേ ഇഷ്ടപ്പെടാത്തത്? ലാ വല്ലാഹ്, എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? അലി ഇബ്നുൽ മഅ്മൂൻ അന്വേഷിച്ചു നടന്ന നിധി ഇയാൾക്ക് ദിജലയുടെ ഓളങ്ങളിൽ നിന്ന് കിട്ടുകയാണ്. അഖാഫു അൻ യഖ്സുവ ഖൽബി വ അൻ യദീഅ ദീനി, നിങ്ങളുടെ കൊട്ടാരത്തിന്റെ സുഖലോലുപതയിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ഹൃദയം കടുത്തുപോകുമോ, എൻ്റെ ദീൻ എനിക്ക് നഷ്ടമാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് എന്ന് ഈ മനുഷ്യൻ അലി ഇബ്നുൽ മഅ്മൂനിനോട് മറുപടി കൊടുത്തു. തണുപ്പിൽ കിടന്നുറങ്ങുമ്പോൾ സുബഹിക്ക് അറിയാൻ പറ്റുന്നില്ല, സുഖലോലുപത അറിയുമ്പോൾ നിസ്കാരം നഷ്ടമാകുന്നു. എന്നാൽ എവിടെയെങ്കിലും ചുരുണ്ടു മടങ്ങി ഒരല്പനേരത്തെ വിശ്രമം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തഹജ്ജുദ് കിട്ടുന്നുണ്ട്. സുഖലോലുപതയിൽ കഴിയുമ്പോൾ പാവപ്പെട്ട ആളുകളുടെ വിഷമം അറിയാൻ കഴിയാതെ ഹൃദയം കടുത്തു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടാകേണ്ടത് നമ്മുടെ അനിവാര്യതയാണ്. അതിൽ ഏത് മതവിശ്വാസിയും മതമില്ലാത്തവനും പാവപ്പെട്ടവനാണോ അവരെ സഹായിക്കൽ ഈ ഉമ്മത്തിന് ബാധ്യതയാണ്. മഹാനായ നബി തങ്ങൾ ഈ ഉമ്മത്തിലെ പാവപ്പെട്ട മിസ്കീന്മാരെ കുറിച്ച് പറഞ്ഞു, ഇന്നമാ തുൻസറൂന ബിദുഅഫായിക്കും, നിങ്ങളിൽ പാവപ്പെട്ട ആളുകൾ ഉള്ളതിന്റെ പേരിലാണ് അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളിലെ പാവപ്പെട്ടവരുടെ കാരണം കൊണ്ടാണ് അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നത്. എന്നാൽ സുഖലോലുപതയിൽ ഒരു പാവപ്പെട്ടവന്റെ കല്യാണത്തിനും വരില്ല, ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലും കയറില്ല, ഒരു പാവപ്പെട്ടവനെ ചെന്ന് കാണില്ല, പാവപ്പെട്ടവന്റെ പരാതി കേൾക്കാൻ അയാൾക്കിടമില്ല. അങ്ങനെ നടക്കുന്ന സുഖലോലുപന്മാർ അവരുടെ ഹൃദയം കടുത്തുപോയി എന്നാണ് അതിനർത്ഥം. പാവപ്പെട്ടവരെ ശ്രവിക്കാൻ അവർക്ക് നേരമില്ലെങ്കിൽ എന്റെ ഹൃദയം കടുത്തുപോകുമോ, എന്റെ ദീനിന്റെ മതബോധം നഷ്ടപ്പെടുമോ എന്നെനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കൊട്ടാരം വേണ്ട. അലി ഇബ്നുൽ മഅ്മൂൻ എന്ന സുഖലോലുപനായ ഭരണാധികാരിയുടെ മകൻ, ക്രൗൺ പ്രിൻസ് ആയിരുന്ന അലി ഇബ്നുൽ മഅ്മൂൻ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോകാൻ കാരണമായ സംഭാഷണമാണിത്. അദ്ദേഹം ഒന്നുകൂടെ ചോദിച്ചു, അലി ഇബ്നുൽ മഅ്മൂൻ, എന്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നതിന് പകരം ഈ വെയിൽ കൊണ്ട് ക്ഷീണിച്ച് തളർന്ന് അവശനായി ജോലിയെടുത്ത് പണിയെടുത്ത് ജീവിക്കലാണോ നിങ്ങൾക്ക് താല്പര്യം? ഈ വല്ലാഹ്, അത് തന്നെ, അതെ അത് തന്നെ. മഹാനായ അലി ഇബ്നുൽ മഅ്മൂൻ അയാളോട് പറഞ്ഞു, എന്തെങ്കിലും സഹായം വേണമെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ കരുതി, നിങ്ങൾ നിരസിച്ചു. എന്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ നിങ്ങൾക്കും കുടുംബത്തിനും താമസം തരാമെന്ന് പറഞ്ഞു, അതും വേണ്ടെന്ന് വെച്ച നിങ്ങളെ ഇനി ഞാനൊന്നും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ യാത്ര അയച്ചിറക്കുകയാണ്. തനബ്ബഹൂ യാ റഖൂദു ഇലാ മതാദൽ ജുമൂദു ഫഹാദിഹി الدار تبلى
വമാ അലൈഹാ യബീദു അൽ ഖൈറു ഫീഹാ ഖലീലു